പേര് മിഥുൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ഇടവിൽ നിന്നാണ് ഞാൻ വരുന്നത്. ആദ്യമായി തന്നെ പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും എൻ്റെ വ്യക്തി ജീവിതത്തിലും എൻ്റെ കുടുംബജീവിതത്തിലും വളരെയധികം അത്ഭുതങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു. ഈ ഒരു പള്ളി, കൃപാസനം പള്ളിയെക്കുറിച്ച് ഞാൻ അറിയുന്നത് എൻ്റെ ചാച്ചൻ വഴിയാണ്. എൻ്റെ ചാച്ചൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ചാച്ചനോടൊരു ഒരാൾ പറഞ്ഞ് അങ്ങനെ ചാച്ചൻ വന്ന് ഉടമ്പടി എടുത്തതാണ്. ചാച്ചനോടൊപ്പം ചാച്ചന് വേണ്ടി ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആദ്യമേ തന്നെ പറയട്ടെ, എനിക്ക് അധികം വിശ്വാസമൊന്നും ഇല്ലാത്തൊരാളായിരുന്നു. പ്രത്യേകിച്ച് കൃപാസനം എന്തെന്നോ കൃപാസനം പള്ളി എന്നോ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ചാച്ചന് വേണ്ടി ഇങ്ങോട്ട് വന്നു. ചാച്ചന് വേണ്ടി കൂടെ വന്ന് ഞാൻ ഒരു 10 മിനിറ്റ് പള്ളിയിലിരുന്നു. പള്ളിയിലിരുന്നിട്ട് ഞാൻ നേരെ കാറിൽ പോയി ഇരുന്ന് സിനിമ കണ്ട ആളാണ് ഞാൻ. അപ്പോൾ അച്ഛനിവിടെ എൻ്റെ ചാച്ചനിവിടെ ഒന്ന് ഉടമ്പടി എടുത്തൊരു 3 മാസമൊക്കെ ആയപ്പോഴേക്കും ചാച്ചൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ വെച്ച നിയോഗങ്ങളൊക്കെ മെല്ലെ നടക്കാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വിശ്വാസമുണ്ട്, ദൈവത്തിൽ എപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷേ ഇങ്ങനൊരു കാര്യത്തിന് ആദ്യം വിശ്വസിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചാച്ചൻ എന്നെ വിശ്വസിപ്പിക്കാനായിട്ട് സാക്ഷ്യങ്ങളെല്ലാം ചാച്ചൻ അയച്ചു തരും, അച്ഛൻ്റെ ധ്യാനങ്ങളെല്ലാം അയച്ചു തരും. പക്ഷേ ഞാൻ ഈ ധ്യാനങ്ങളും അതേപോലെ തന്നെ സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കണ്ട് സ്കിപ്പ് അടിക്കുമായിരുന്നു. എനിക്കധികം വിശ്വാസം വന്നിട്ടില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നായിരുന്നു. ചാച്ചൻ വെക്കാത്ത നിയോഗങ്ങളടക്കം ചാച്ചന് മെല്ലെ അത്ഭുതങ്ങളായിട്ട് വരാൻ തുടങ്ങി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ നല്ലൊരു നിലയിൽ ജോലി ചെയ്യായിരുന്നു. നല്ലൊരു പൊസിഷനിലും നല്ലൊരു സാലറിയിലുമായിട്ട് ഞാൻ ജോലി ചെയ്യായിരുന്നു. ഒരു ഏപ്രിൽ 27 ആയ സമയത്ത് ജോലി പെട്ടെന്നങ്ങ് നഷ്ടപ്പെട്ടു. അത് പെട്ടെന്നൊരു ലേ ഓഫിൽ വന്നു പോയതാണ്. ജോലി പെട്ടെന്നങ്ങ് നഷ്ടപ്പെട്ടു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സോഴ്സ് എന്ന് പറയുന്നത്, ഇൻകം സോഴ്സ് എന്ന് പറയുന്നത്. പെട്ടെന്ന് നഷ്ടപ്പെട്ടു, ആകെ വിഷമമായി. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ട്. കാരണം ഞാനൊരു ജോലി പോയാലും എനിക്ക് വേറെ ജോലി കിട്ടുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ ഞാൻ മെയ് മാസം മൊത്തം ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ജോലി വരുന്നുണ്ട്, ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. സെക്കൻഡ് റൗണ്ടിൽ ഫെയിലാവുകയാണ്. ലൈഫിൽ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം വരുന്നത്. ഇതിനു മുമ്പ് 2-3 കമ്പനികളൊക്കെ മാറിയിട്ട് നല്ല കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ ജോലി പോയെങ്കിൽ എനിക്കൊരു 10-15 ദിവസത്തിൽ കിട്ടുമായിരുന്നു. അത് ഭയങ്കര ആത്മവിശ്വാസം, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു ഓവർ കോൺഫിഡൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്തത്. പക്ഷേ മെയ് മാസം ജോലിയില്ലാതെ അപ്ലൈ ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല. അപ്പോൾ വളരെ വിഷമമായി. അപ്പോഴും ചാച്ചനോട് പറയുന്നുണ്ട്, നീ പോയി ഒന്ന് ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ ധ്യാനങ്ങളൊന്ന് കാണും. എന്നാൽ ഞാൻ കുറച്ച് കാണും, സ്കിപ്പ് അടിക്കും. ഇതന്നെ ഞാൻ ചെയ്യുന്നില്ല. എനിക്കതിന് വിശ്വാസം വന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് മെയ് മാസം മൊത്തം കഴിഞ്ഞു. സാമ്പത്തികമായി അപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ വരാൻ തുടങ്ങി. കാരണം EMI കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആയ കാലത്ത് നല്ല രീതിയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ EMI ആയിട്ട് വന്ന് അങ്ങനെ ഒരു ഡിപ്രഷനോട് വരേണ്ട അവസ്ഥയായി. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയ് ലാസ്റ്റോടെ ആയപ്പോഴേക്കും ശരി ഞാൻ ഉടമ്പടി എടുക്കാം എന്ന് വിചാരിച്ച് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരാഴ്ച കാത്തുനിന്ന് എനിക്ക് അപ്രൂവ്ഡ് ആയില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം സ്വപ്നത്തിൽ ഞാൻ മാതാവിനെ കണ്ടു. മാതാവിനെ പ്രത്യക്ഷപ്പെട്ട ഒരു പുലർച്ചെ ഒരു 4:30-5 മണി സമയത്താണ് ഞാൻ മാതാവിനെ കണ്ടുമ്പോൾ. മാതാവിനെ നമ്മൾ കാണുമ്പോൾ സന്തോഷത്തോടെ കാണുന്നത്. പക്ഷേ മാതാവിൻ്റെ മുഖം ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ഭയങ്കര ഉറക്കത്തിലായിരുന്നല്ലോ. അപ്പം സ്വപ്നം കാണുമ്പോൾ എനിക്ക് ആകെ വിഷമമായി. എനിക്ക് മാതാവിനെ തുടരുന്നുണ്ട്, പക്ഷേ മാതാവ് സമ്മതിക്കില്ല. ഭയങ്കര ഒരു സങ്കടകരമായൊരു മാതാവിനെ ഞാൻ കണ്ടത്. ഇത് പേടിച്ചു നിലവിളിച്ച് ഞാൻ ചാച്ചൻ്റെ അടുത്ത് പോയി ഇത് കാര്യം പറഞ്ഞു. അപ്പോൾ ചാച്ച പേടിക്കണ്ട, മാതാവ് നിന്നെ അങ്ങോട്ട് നേരിട്ട് വരാനായിട്ടാണ് ക്ഷണിക്കുന്നത്. ഓൺലൈനായിട്ടുള്ള പ്രാർത്ഥന എടുക്കണ്ട, നേരിട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂൺ 3-ാം തീയതി ഞാൻ ജൂൺ 2-ാം തീയതി രാത്രി കിട്ടിയ ബസ് എടുത്ത് രാത്രി ഇങ്ങോട്ട് വന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എല്ലാ പ്രാർത്ഥനകളും കണ്ടു. പിന്നെ ഞാൻ ജീവിതത്തിൽ വിശ്വാസത്തോട് വന്നു തുടങ്ങി. പ്രത്യേകിച്ച് മാതാവ് എന്നെ എന്തോ ഗൈഡ് ചെയ്യുന്ന പോലെ എനിക്ക് നല്ല ഫീൽ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞൊരു ഒരാഴ്ച ആയപ്പോൾ എനിക്കാണെങ്കിൽ നാട്ടിൽ തന്നെ നിന്ന് നല്ല രീതിയിൽ പോകാൻ താല്പര്യം. ഞാൻ ഒറ്റ മോനാണ്. ചാച്ചനൊപ്പം നിന്ന് ഒറ്റ രീതിയിൽ പോകുന്നതിന് താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പുറത്തോട്ട് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ നിയോഗം ഇവിടെ വന്ന് വെച്ച സമയത്ത് ഞാൻ മാതാവിനൊരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, എനിക്ക് നല്ലൊരു ജോലി വരണം, സ്റ്റെബിലിറ്റിയുള്ള ജോലി വേണം, നല്ല ഉയർന്ന സാലറിയോടുള്ള നല്ലൊരു ജോലി വേണം, നല്ല കമ്പനി ആയിരിക്കണം, പിന്നെ എനിക്ക് എറണാകുളത്ത് തന്നെ വേണം. കാരണം എനിക്ക് ഇടയ്ക്ക് കൃപാസനത്തിലോട് വരാനൊരു ആഗ്രഹം മാതാവ് തന്നെ എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് ഉടമ്പടി എടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കൊച്ചിയിലോട്ട് ഇൻ്റർവ്യൂ മാറി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 2ാമത്തെ ദിവസം 3 കമ്പനിയിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ വന്നു. രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരമായിരുന്നു. അതിലെ 3ാമത്തെ കമ്പനിയുടെ ഇൻ്റർവ്യൂ ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം അതെനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു.
അത്രയും നല്ലൊരു കമ്പനിയായിരുന്നു. ഞാൻ പിന്നെ അത് മാറ്റി വെച്ചു. അപ്പോൾ ആദ്യത്തെ 2 കമ്പനിയുണ്ട്, നല്ല ഒരു ഇടത്തരം കമ്പനിയാണ്, വലിയ കുഴപ്പമില്ല, നല്ല കമ്പനിയാണ്. അവിടെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. 3ാമത്തെ കമ്പനിയിലെ ഏജൻസി വഴിയാണ് 3ാമത്തെ കമ്പനി വന്നത്. അപ്പോൾ അവരെന്നെ വിളിക്കുന്നുണ്ട്. വൈകുന്നേരം 5 മണിയായി, 4:30 വരെ ആ ഇൻ്റർവ്യൂവിന് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു ഇതിൽ ആദ്യത്തെ 2 ഇൻ്റർവ്യൂ ഉണ്ടെന്ന് അറ്റൻഡ് ചെയ്തിട്ട് വരണം. ഞാൻ അതങ്ങ് വിട്ടു, കാരണം എനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായിരുന്നു. ഒരു 5 മണിയായപ്പോൾ ഞാൻ ഫ്രീ ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോഴേ ഫ്രീ ആയിട്ടുള്ളൂ, അടുത്താണ് പോവാം, ശരി പൊക്കോളം പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ആദ്യത്തെ 2 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൻ്റെ ഒരു ടഫ്നെസ്സും ഒന്നും ഉണ്ടായിരുന്നില്ല. ചുമ്മാ ജസ്റ്റ് ഒരു കാഷ്വലായിട്ട് ടോക്കും എൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും മാത്രം ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു തീർന്നു, നീ കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പായി. അതെല്ലാം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ എനിക്ക് പ്രേക്ഷക പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ പത്രം, ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യത്തിലൊക്കെ പറഞ്ഞായിട്ട് കുറേ രീതിയിൽ നല്ല രീതിയിൽ പത്രങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഓട്ടോ സ്റ്റാൻഡും അതേപോലെ തന്നെ ഈ പള്ളികളിൽ, ഹോസ്പിറ്റലിൽ പോയി ആ പത്രം അങ്ങനെ രീതിയിൽ കൊടുക്കാൻ എനിക്ക് തോന്നിയില്ല. പകരം ഞാനും ചാച്ചനും ബൈക്കെടുത്ത് ഓരോ വീടുകളിൽ കയറിയിട്ട് പത്രങ്ങൾ കൊടുത്തു. അത് എനിക്കിവിടെ നിന്ന് കിട്ടിയ പത്രങ്ങളും അതേപോലെ തന്നെ 100 കണക്കിന് പത്രങ്ങൾ ഞാൻ ആ ഏരിയ തന്നെ കൊടുത്ത് തീർത്തിട്ടുണ്ട്. ഓരോ വീടുകൾ അക്രൈസ്തരെ തന്നെ ഞാൻ തിരഞ്ഞു പിടിച്ച് അവിടെ പോകുന്നു, വീട്ടിൽ പോയി പത്രം കൊടുക്കുന്നു. അവരോട് ചുമ്മാ പത്രം കൊടുക്കുന്നില്ല, കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ പള്ളിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പത്രം വിവരിച്ചിട്ടാണ് ഈ ഓരോന്നും കൊടുക്കുന്നത്. ഇതും അതിൻ്റെ ഇടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം പത്രം കൊടുത്ത് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് അത് മാതാവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എനിക്കത് മനസ്സിലാവുന്നില്ലായിരുന്നു ആദ്യം. തിരിച്ചു വരുന്ന സമയത്ത് എനിക്ക് മഴവില്ല്, ഞാനും ചാച്ചനെ കണ്ട് അത്ഭുതപ്പെട്ടു പോയി. വലിയൊരു മഴവില്ല്, ഒരു ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് മഴവില്ല് പ്രത്യക്ഷപ്പെട്ടു. അത് കുറേ നേരം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സിഗ്നലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം രാത്രി ഞാനും ചാച്ചനും അമ്മ ഇരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച്, എൻ്റെ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഞാൻ ഇരിക്കുമ്പോൾ അനുഭവപ്പെട്ടു. ചാച്ചൻ ഉടമ്പടി എടുപ്പോൾ തന്നെ ചാച്ചൻ്റെ 2ാമത്തെ തവണയാണ് വന്നത്. അതൊരു 1 മിനിറ്റോളം ഭയങ്കര സ്മെല്ലാണ്. അത് നമ്മൾ മാതാവ് തൊട്ടടുത്തിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ആദ്യത്തെ 2 ഇൻ്റർവ്യൂ, ഞാൻ വിചാരിച്ച ആദ്യത്തെ കമ്പനി ഇൻ്റർവ്യൂ 2ാമത്തെ റൗണ്ട് വിളിച്ചു. 2ാമത്തെ കമ്പനി ഇൻ്റർവ്യൂ ഒന്നും മിണ്ടുന്നില്ല, കാരണം എൻ്റെ സാലറി മാച്ച് ആവുന്നില്ലായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല. 3ാമത്തെ കമ്പനി ഇൻ്റർവ്യൂ ഒന്നും മിണ്ടുന്നില്ല, ഒന്നും വരുന്നില്ല. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. ആദ്യത്തെ കമ്പനി ഇൻ്റർവ്യൂ 2ാമത്തെ റൗണ്ട് വിളിച്ചു. 3ാമത്തെ കമ്പനി ഇൻ്റർവ്യൂ ഞാൻ ഷോർട്ട് ലിസ്റ്റായെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷോർട്ട് ലിസ്റ്റ് ഇനിയും കടമ്പകൾ ഏറെ ഉണ്ടല്ലോ, ഞാൻ വിട്ടു. അങ്ങനെ ആദ്യത്തെ കമ്പനിയുടെ ഇൻ്റർവ്യൂ 2ാമത്തെ റൗണ്ട് പോയി, അത് കഴിഞ്ഞു. പെട്ടെന്ന് ഒരു ദിവസം 3ാമത്തെ കമ്പനിയിലെ ഇൻ്റർവ്യൂയുടെ ഏജൻസിനെ വിളിച്ചിട്ട് പോയി, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റായി, എല്ലാം കഴിഞ്ഞു, നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരണമല്ലോ. അപ്പോൾ അവിടെ നിന്നാണ് പരീക്ഷണങ്ങളെ മേള ആരംഭിച്ചത്. കാരണം പിന്നീടാണ് ഞാൻ 3ാമത്തെ കമ്പനിയിലെ ഇൻ്റർവ്യൂ ഞാൻ കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയത്. കാരണം ഷോർട്ട് ലിസ്റ്റായി, എനിക്കത് പെട്ടെന്ന് കിട്ടില്ല എന്ന് വിചാരിച്ചത് പെട്ടെന്ന് കിട്ടി. അപ്പോൾ അതിന് 3 രീതികളിലുള്ള ലെറ്റർ ഉണ്ട്, ഓഫർ ലെറ്റർ, അങ്ങനെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ 3 രീതിയിലുണ്ട്. അതേപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷനും ഉണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ഓഫർ ലെറ്ററിന് ഞാൻ കാത്തിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട്. ഞാൻ തൊട്ടടുത്തുള്ള ഓർഫനേജിൽ അമ്മമാരുണ്ട്, അമ്മമാരോട് പോയി എന്നൊക്കെ ആവുന്ന രീതിയിൽ, കാരണം ആ സമയത്ത് ഞാൻ സാമ്പത്തികമായി വളരെ തകർന്ന നിലയിലായിരുന്നു. ഇനിയൊരു മാസം കൂടി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായി. അപ്പോൾ EMI കാര്യങ്ങളൊക്കെ ആയിട്ട് ആകെ വിഷമമായിരുന്നു. അങ്ങനെ വന്ന് അവസാനം 3ാമത്തെ കമ്പനിയുടെ ആദ്യത്തെ പ്രപ്പോസ്ഡ് ഓഫർ ലെറ്റർ എനിക്ക് കിട്ടി. ഭയങ്കര സന്തോഷമായി, കാരണം ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ മാതാവ് എനിക്ക് തന്നു. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കമ്പനിയിൽ ഓഫർ ലെറ്റർ കിട്ടണമെങ്കിൽ ആ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് മിനിമം 2.5 മാസം എടുക്കും, 2.5 മാസം എടുക്കും. എനിക്ക് ആദ്യത്തെ ഓഫർ ലെറ്റർ വന്ന് വിത്തിൻ 15 ഡേയ്സിനുള്ളിലാണ്. എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ആ സമയത്ത്, അതായത് അത് എപ്പോഴാണെന്ന് വെച്ചാൽ ഞാൻ കലൂർ പള്ളിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് എനിക്ക് കിട്ടിയത്. ഞാൻ ആ ദിവസങ്ങളിൽ അടുപ്പിച്ച്, അതായത് 2-3 ആഴ്ച അടുപ്പിച്ച് ഞാൻ പള്ളിയിൽ പോകും കുർബാനയ്ക്ക്. ഒരു ദിവസം കുർബാന മുടങ്ങില്ല. കുർബാനയും കുടുംബപ്രാർത്ഥന ഞാൻ ഒറ്റയ്ക്ക് ചെല്ലും, ജപമാല ചെല്ലും. ജപമാല ആയിരുന്നു പിന്നെ മൊത്തം. കാശിരൂപം എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവും. അതേപോലെ തന്നെ ഓരോ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ നേർച്ച വസ്തുക്കളിൽ ഉപ്പിനെ കൂടുതൽ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞാൻ ആരും ചവിട്ടാത്തൊരു സ്ഥലത്ത് ഞാൻ വെതറിയിടുമായിരുന്നു. ഈ പോയ 3 ഇൻ്റർവ്യൂവിലും ഇൻ്റർവ്യൂവർ ഇരിക്കുന്ന ആ ടേബിളെ കൊണ്ട് ഞാൻ വെതറുമായിരുന്നു. എനിക്ക് അത്രയും ഇതായിരുന്നു. അതേപോലെ തന്നെ ഈ വരുന്ന ഓരോ ഇൻ്റർവ്യൂവിലും റിപ്ലൈ അയക്കുന്ന മെയിലുകൾ ലാപ്ടോപ്പിലെടുത്ത് ഞാൻ ഉപ്പിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ആദ്യത്തെ പ്രപ്പോസ്ഡ് ഓഫർ വന്നു, സന്തോഷകരമായി. 15 ദിവസം കഴിഞ്ഞു. പിന്നെ അവിടെ തന്നെ അനക്കുമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത് എനിക്കറിയാം ഒരു 2-2.5 മാസം എടുക്കും. ആ 2.5 മാസം പോകാനായിട്ടുള്ള സാമ്പത്തികം എൻ്റെ ഒന്നുമില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് ആലോചിച്ചു. അങ്ങനെ ഞാൻ ആ സമയത്ത് മാതാവായിട്ട് ഭയങ്കര കണക്റ്റഡായി. ഞാൻ എന്ത് കാര്യങ്ങളും മാതാവിനോട് ചോദിക്കും. അവസാനം ഞാൻ ചോദിച്ചു, എന്താ ഇത് ഇങ്ങനെ എനിക്ക് മാത്രം വരാത്ത, ഭയങ്കരമായിട്ട് ലാഗായി പോകുന്നുണ്ടല്ലോ, എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു.
അപ്പോൾ മാതാവ് ചില സമയത്ത് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ പേടിക്കണേ, ഞാൻ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യനാണല്ലോ, നമ്മൾ പേടിച്ചിരിക്കും. കാരണം ആ ഒരു കമ്പനി മാത്രമാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതിൽ കിട്ടിയ ഏറ്റവും നല്ലൊരു കമ്പനി. അങ്ങനെ ഒരു 15 ദിവസം ഞാൻ ഏജൻസി ഡെയിലി വിളിച്ചു ചോദിക്കും. അവരും പറയും മിഥുൻ വരും, പേടിക്കണ്ട, അത് വരും എന്ന് പറഞ്ഞു. ഒരു 15 ദിവസത്തിൽ വരും എന്ന് പറഞ്ഞു. ഒരു 10 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അടുത്തൊരു ഓഫർ ലെറ്റർ വന്നു. അതിൽ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സാലറി ആയിപ്പോയി. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സാലറി ആണ് കേരളത്തിൽ കിട്ടുന്നത്. അങ്ങനെ അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഇനിയൊരു 10-20 ദിവസം കൂടി ഉണ്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടാനായിട്ട്. അത് സമയം എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ 20 ദിവസത്തേക്ക് ഞാൻ കഴിഞ്ഞു പോകണം. എൻ്റെ വീട്, കുടുംബക്കാർ എല്ലാവരും ഉണ്ട്. ഞാൻ ഇ എം ഐയുടെ ഡേറ്റൊക്കെ വരികയാണെങ്കിൽ എന്താ ചെയ്യണമെന്നൊരു പിടിയില്ല. അങ്ങനെ ജോലി കിട്ടി കഴിഞ്ഞാൽ ഇവൻ ആരോടും കടം വാങ്ങിച്ചിട്ട് അവന് കൊടുക്കാൻ പറ്റില്ല. ആ ഒരവസ്ഥയിലായി. അത്ഭുതം എന്ന് പറയട്ടെ, രണ്ടാമത്തെ ഓഫർ ലെറ്റർ കിട്ടി. 4 ദിവസത്തിന് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. ഞാൻ ഞെടുങ്ങിപ്പോയി. കാരണം അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഞാൻ ഏജൻസിയെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് വന്നോ, ഇത് വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് അവർ ചോദിച്ചു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു. അപ്പോൾ അവർ കണ്ട് ഞെട്ടിപ്പോൾ ഞാൻ വരില്ല. ഒരു സ്റ്റോറി ഉണ്ട്, ഞാൻ പറയാം. ഇതെല്ലാം കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടി. ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടൊരു ഡേറ്റും വന്നു. അപ്പോൾ ഇത് കഴിഞ്ഞ് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ട്, അതും അതിൻ്റെ സൈഡിൽ കൂടെ നടന്നുപോയി. എല്ലാം വളരെ കൃത്യമായിട്ട് മാതാവ് എനിക്ക് ഈ ജോലി, എനിക്ക് സാധാരണ ജോലി കിട്ടുന്ന പോലെ അല്ല. കാരണം ഞാൻ ഒട്ടും വിശ്വസിക്കാതെ എനിക്ക് മാതാവ് വഴിയാണ് ഓരോ ഗൈഡൻസും എനിക്ക് ജോലി തന്നത്. അതും എറണാകുളത്ത് തന്നെ നല്ലൊരു കമ്പനിയിൽ നല്ലൊരു സ്റ്റെബിലിറ്റിയോട് കൂടിയ ജോലി, നല്ലൊരു ഉയർന്ന ശമ്പളത്തോടെ ജോലി എനിക്ക് കിട്ടി. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയും ജോയിൻ ചെയ്തു. അപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ 2 ദിവസത്തിലാണ് ഞാൻ അറിയുന്നത് ഞാനായിരുന്നു അവിടുത്തെ ഏറ്റവും അവസാനത്തെ റിക്രൂട്ട്മെൻറ്റ്. അത് കഴിഞ്ഞ് അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഞാനാണ് ആ കമ്പനിയുടെ ഏറ്റവും അവസാനത്തെ റിക്രൂട്ട്മെൻറ്റ്. കാരണം ഞാൻ ജോയിൻ ചെയ്ത ബാച്ചിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഇത് ഞാൻ അറിയുന്ന അവിടുത്തെ ട്രെയിനിങ് മാനേജർ വഴിയാണ് അറിയുന്നത്. കാരണം സാധാരണ അത്തരം ഒരു കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ പോയാലും ഒരു ബാച്ചിൽ മിനിമം 3-4 പേരുണ്ടാവും. അപ്പോൾ ഞാൻ അത് വിശ്വസിച്ചില്ലത്. പിന്നീട് മിനിഞ്ഞാന്ന് ഞാൻ ഇങ്ങനെ കൺഫേം ചെയ്ത് മിനിഞ്ഞാന്നാണ് ബാക്കിയെല്ലാം ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി 3-4 മാസം കഴിഞ്ഞിട്ട് അവർ റിക്രൂട്ട്മെൻറ്റ് എടുക്കുന്നവരെ എടുക്കുള്ളൂ. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കിയാൽ മാതാവിൻ്റെ ജീവിതത്തിൽ എത്രത്തോളം അത്ഭുതങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാനത് ആദ്യം ഇത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എന്നെ ഒരു ഗൈഡ് ചെയ്തിട്ടാണ് എന്നെ നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ ആദ്യം വെച്ച നിയോഗങ്ങളിൽ ആദ്യം എനിക്ക് ചോദിച്ച നിയോഗം എനിക്ക് വിശ്വാസം വരണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മാതാവിന് ഇഷ്ടമാണ്. പക്ഷേ കൃപാസനം എന്നുള്ള പള്ളിയെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിൽ നിന്നും എൻ്റെ കുടുംബത്തെയും ദിവസം കുടുംബ പ്രാർത്ഥന ചൊല്ലുകയും ഞാൻ ജപമാല പിടിക്കുകയും ജപമാലയെ ചൊല്ലുകയും ഞാൻ കൃപാസന പള്ളിയെ പറ്റും എൻ്റെ അത്ഭുതപ്പറ്റി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ആര് വിളിച്ചാലും അതേ പറയുള്ളൂ. അതേപോലെ തന്നെ ധ്യാനത്തിൽ കേൾക്കുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് ഇടുക, വചനങ്ങൾ സ്റ്റാറ്റസ് ഇടുക. കുറേ പേര് എനിക്ക് ചോദിച്ചു, നീ എന്തൊരു മാറ്റമാണ് മാറിയിരിക്കുന്നത് എന്നുള്ളത്. ഇത് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ തന്നെ ചെറിയ കുറേ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെയൊരു മനുഷ്യനായിരുന്നില്ല. ഞാൻ എൻ്റെ വളരെ ഒരു ദേഷ്യപ്പെടുന്ന സ്വഭാവക്കാരായിരുന്നു. ഭയങ്കരമായിട്ട് 3 മാസം മാതാവാണ് എന്നെ മാറ്റിയെടുത്തത്. അതേപോലെ തന്നെ ഇനിയുള്ള ഇപ്പോൾ ഉടമ്പടി കാലഘട്ടത്തിലാണ് ഞാൻ പോകുന്നത്. കാരണം ജൂൺ 3-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. കൃത്യം ജൂലൈ 2-ാം തീയതി ആ സമയത്തൊക്കെയാണ് എനിക്കിതെല്ലാം കിട്ടുന്നത്. അപ്പോൾ ഉടമ്പടി എടുത്ത് 2-ാമത്തെ മാസത്തിനുള്ളിൽ തന്നെ എനിക്കിവിടെ വന്ന് സാക്ഷ്യം വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഇടയ്ക്ക് പള്ളിയിലോട്ട് വരും സമയം കിട്ടുമ്പോഴൊക്കെ. വന്ന് ഞാനിങ്ങനെ ചിന്തിക്കും, ഈ ഒരു സ്ഥലത്ത് വന്ന് എപ്പോഴും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുന്ന മാതാവ് എനിക്ക് 3 മാസം സാക്ഷ്യം പറയാൻ പറ്റുമോ എന്നുള്ളത്. പക്ഷേ മാതാവ് 3 മാസമൊന്നും എടുത്തില്ല. സമയ ചുരുക്കം എന്ന് പറയുന്നത് എനിക്ക് ആ വിശ്വാസം അപ്പം തന്നെ മാതാവ് കാണിച്ചു തന്നു. ഉടമ്പെടുത്ത് 2 മാസത്തിൽ എനിക്ക് ജോലി കിട്ടി. ജോലിയോടൊപ്പം തന്നെ കുടുംബം വളരെയധികം മാറിപ്പോയി. അതേപോലെ തന്നെ എന്നെ മൊത്തത്തിൽ എൻ്റെ സ്വഭാവമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എല്ലാം മൊത്തത്തിൽ മാറ്റിയെടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ കാരുണ്യപ്രവൃത്തികളെല്ലാം ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 3 മാസം എന്നെ സംബന്ധിച്ചിടത്തോളം കയ്യിലൊന്നുമില്ല, പൈസ ഇല്ല, വളരെ പ്രശ്നങ്ങൾ, എന്താ ചെയ്യണമെന്ന് പിടിയില്ല. പക്ഷേ എനിക്കൊരു ധൈര്യം മാതാവ് തന്നിട്ടുണ്ടായിരുന്നു. ആ ധൈര്യം ഈ നിമിഷം വരെ ഉണ്ട്. ജോലി കിട്ടുമ്പോഴുള്ള ധൈര്യം, ജോലിക്ക് മുമ്പുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഈ 3 മാസം ഞാൻ കടന്നുപോയ സാഹചര്യങ്ങൾ, അത് എനിക്ക് ഈ ഒരു മൈക്കിലൂടെ വിവരിക്കാൻ പറ്റില്ല. അത്രയും കഷ്ടത്തിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അതിലെനിക്ക് ദൈവം, എൻ്റെ മാതാവ്, എൻ്റെ പരിശുദ്ധ അമ്മ എനിക്കൊരു വലിയൊരു ധൈര്യം തന്നു. ആ ധൈര്യത്തിലൂടെ ഞാൻ ഇനി മുന്നോട്ട് പോകുന്നതും എൻ്റെ ജീവിതം, എൻ്റെ കുടുംബക്കാരെ എൻ്റെ ഒരു ജീവിതം ഞാൻ അങ്ങനെ തന്നെയാണ് പോകുന്നത്. എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് നന്ദി പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ
ഓർഫനേജ് വൃദ്ധരായ അമ്മമാരുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവർ ഇടയ്ക്ക് കാണാൻ പോകുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ തുടരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീടുകളിൽ കയറിയിട്ടാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. അത് ഓരോ വീടുകളിൽ കയറിയിട്ട് പത്രം 100 കണക്കിന് പത്രം ഞാനും ചാച്ചനും തന്നെ കൊടുത്ത് കഴിഞ്ഞിരുന്നു, ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ആരെങ്കിലും സഹായിക്കാനായിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ടി ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഞാൻ സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കും. അതേപോലെ തന്നെ ഞാൻ വഴി എന്ന് പറയുന്നില്ല, പക്ഷേ എന്നോട് ചോദിച്ച് ഇന്നലെ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികൾക്കും പരിശുദ്ധ അമ്മ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ അടയാളങ്ങൾ കാണിച്ചുകൊണ്ട് അവരുടെ ഓരോ നിയോഗങ്ങളിലും ഇടപെടുന്നതായിട്ട് നമ്മൾ ഓരോ സാക്ഷ്യത്തിലും കേൾക്കുന്നതാണ്. ചിലർ വന്ന് പറയാറുണ്ട്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ കഴിവ് കൊണ്ടോ മേന്മ കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് ഈ കാര്യം സാധിച്ചു കിട്ടി. ചിലർ വന്ന് പറയാറുണ്ട് ടൈം ഷോർട്ടനിങ് എന്ന്, അതായത് അവരുടെ ജീവിതത്തിൽ സമയബന്ധിതമായിട്ട് സമയച്ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്ന് ചിലർ പറയാറുണ്ട്. ചിലർ വന്ന് പറയാറുണ്ട് ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറയാറുണ്ട്, അതായത് അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ആ ഒരു പ്രശ്നത്തിൻ്റെ ആ ഒരു കനം കുറച്ചുകൊണ്ട് അതിൻ്റെ വ്യാപ്തി ചുരുക്കിക്കൊണ്ട് പരിശുദ്ധ അമ്മ ഇടപെട്ടു എന്ന് ചിലർ പറയാറുണ്ട്. ചിലർ വന്നിട്ട് പറയാറുണ്ട് പ്രസൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. പരിശുദ്ധ അമ്മ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങളിൽ പല രീതികളിൽ അവർക്ക് പ്രസൻസും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഇടപെടൽ കമ്മ്യൂണിക്കേഷൻസിലൂടെ അവരറിയിക്കാറുണ്ടെന്ന്. അതിന് പ്രധാനമായിട്ട് പറയുന്നൊരു കാര്യം, അത് മഴവില്ലിലൂടെ പരിശുദ്ധ അമ്മ സംസാരിച്ചു, അല്ലെങ്കിൽ തിരമാലയിലൂടെ പരിശുദ്ധ അമ്മ സംസാരിച്ചു, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വ്യക്തികളിലൂടെ പരിശുദ്ധ അമ്മ സംസാരിച്ചു, സുഗന്ധാഭിഷേകം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മ പ്രകടമാക്കി. ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങൾ ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തികളും പറയാറുണ്ട്. നമ്മുടെ ഈ സാക്ഷ്യത്തിലും മിഥുൻ എന്ന സഹോദരൻ നമ്മളോട് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എപ്രകാരമാണ് പരിശുദ്ധ അമ്മ പ്രകടമാക്കിയതെന്ന് നമ്മളോട് സംസാരിച്ചു. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്ന് ഈ സഹോദരൻ നമ്മളോട് പറഞ്ഞു. മഴവില്ലിൻ്റെ രൂപത്തിൽ പരിശുദ്ധ അമ്മ ഈ സഹോദരനോട് തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നു. സുഗന്ധാഭിഷേകത്തിലൂടെ പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്ന് വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ സമയച്ചുരുക്കം നൽകിക്കൊണ്ട് പരിശുദ്ധ അമ്മ ഈ സഹോദരൻ്റെ ജോലിയുടെ അവസ്ഥയിൽ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നു. സാമ്പത്തികമായിട്ടുള്ള ആ ഒരു കുറവിൽ നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ കൂടെയുണ്ടെന്നുള്ള വലിയ ധൈര്യവും ബോധ്യവും ഈ സഹോദരൻ്റെ ഉടമ്പടി ജീവിതത്തിൽ കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി എടുക്കുന്ന ഏതൊരു വ്യക്തിയും തിരിച്ചറിയുക, പരിശുദ്ധ അമ്മ നമ്മുടെ ഉടമ്പടി ജീവിതത്തെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കും. ദൈവം നമ്മുടെ ഉടമ്പടി ജീവിതത്തെ നമ്മളുടെ വിശ്വസ്തതയെ പരിഗണിച്ചുകൊണ്ട് മാനിക്കാനായിട്ട് തുടങ്ങുമ്പോൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള ദൈവിക അനുഭവങ്ങളും ദൈവിക സാന്നിധ്യവും നമുക്ക് അനുഭവിക്കുവാനും അറിയുവാനുമായിട്ട് സാധിക്കും. അതുകൊണ്ട് ഉടമ്പടി ജീവിതം അതിൻ്റെ വിശ്വസ്തതയിലും അതിൻ്റെ പൂർണ്ണതയിലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കൂടുതൽ തീക്ഷ്ണതയോടുകൂടി നമ്മളുടെ ഉടമ്പടി ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവികമായിട്ടുള്ള ഇടപെടലും അനുഭവങ്ങളും നമുക്കും സാധ്യമാകുമെന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ വിശ്വാസത്തോടുകൂടി ഉടമ്പടി ജീവിതം ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ സഹോദരനോടും കുടുംബത്തോടും ചേർന്നുകൊണ്ട് ദൈവ തിരുനാമത്തെ മഹത്വപ്പെടുത്തി നമുക്ക് ഇരുകരങ്ങളും ഇടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.